വിവാദ പാഠഭാഗങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ടായിരുന്നു കേസിൽ കേന്ദ്ര സർക്കാർ വാദം ആരംഭിച്ചത്. സംഭവിച്ച തെറ്റിന് യാതൊരു ന്യായീകരണവുമില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. എന്നാൽ മാപ്പപേക്ഷയോ അല്ലെങ്കിൽ മാപ്പ് എന്ന ഒരു വാക്കുപോലും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സുപ്രീം കോടതിയെ ഇകഴ്ത്തിക്കാട്ടാൻ ആസൂത്രിതമായ ശ്രമം നടന്നുവെന്നും സുപ്രീം കോടതി വിമർശിച്ചു. സംഭവിച്ചത് ക്രിമിനൽ കോടതിയെ ലക്ഷ്യമാണെന്നും സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചു. കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും NCERTക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. കേസുമായി ബന്ധപ്പെട്ട് ഈ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിലെ എല്ലാ കുറ്റക്കാരെയും കണ്ടെത്തുന്നതുവരെ കേസ് ഫയൽ അവസാനിപ്പിക്കില്ല എന്നും കോടതിയുടെ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി മുന്നറിയിപ്പും നൽകി. വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.